ഇതിനിടയിൽ മറ്റൊരു വിവരം കിട്ടുന്നത് ചാനൽ 12 ന്യൂസ് റിപ്പോർട്ട് ദാറ്റ് പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു വാസ് ഷോൺ ആൻ ഇമേജ് ഓഫ് ദ ബോഡി of Iranian Supreme Leader Ali Khamenei after it was recovered by Iranian authorities from his compound in Tehran. Israel carried out a massive strike on Khamenei's compound in the opening salvo of attacks on Iran this morning. ഇന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ ചാനൽ 12-നെ കോട്ട് ചെയ്ത് പറയുന്നുണ്ട്. അതായത് അയത്തുള്ള അലി ഖംനൈ കൊല്ലപ്പെട്ടു എന്ന് കാണിക്കുന്ന നിശ്ചലമായി കിടക്കുന്ന ഖംനൈയുടെ ശരീരം കാണിച്ചുകൊണ്ടുള്ള ഒരു ചിത്രം ബെഞ്ചമിൻ നെതന്യാഹു കാണിക്കുന്നുണ്ട് എന്നാണ് ചാനൽ 12 ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇസ്രായേലി ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി നേരത്തെ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അയത്തുള്ള അലി ഖംനൈ കൊല്ലപ്പെട്ടിട്ടുണ്ട്, മൃതദേഹം കണ്ടെടുത്തുന്നതാണ്. ഈ മൃതദേഹത്തിന്റെ ചിത്രം എടുത്ത് ഉയർത്തി കാണിക്കുന്ന നെതന്യാഹുവിനെ കുറിച്ചുള്ള റിപ്പോർട്ട് ചാനൽ 12 പറഞ്ഞിരുന്നു. ആ ചാനൽ 12-ന്റെ റിപ്പോർട്ടിനെ കോട്ട് ചെയ്തുകൊണ്ട് ടൈംസ് ഓഫ് ഇസ്രായേലും ഇപ്പോൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതായാലും ഇങ്ങനെയെല്ലാമുള്ള വിവരങ്ങൾ വരുമ്പോഴും യുദ്ധത്തിന് സമാന്തരമായി നടക്കുന്ന മറ്റൊന്നാണ് സുഹൈൽ പ്രൊപ്പഗാൻഡ വാർ എന്നത്. അത്തരത്തിലുള്ള തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കപ്പെടുകയും അതിൻ്റെ മേൽ പിന്നീട് വിജയം അവകാശപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് യുദ്ധചരിത്രത്തിൽ നമ്മൾ കാണാറുള്ളതാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള തെളിവുകൾ പുറത്തു വരുന്നതുവരെ അയത്തുള്ള അലി ഖംനൈ കൊല്ലപ്പെട്ടു എന്ന ഒരു നിഗമനത്തിലേക്ക്, അതൊരു സ്ഥിരീകരിക്കപ്പെട്ട വിവരമായി വാർത്തയായി നമുക്ക് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാൻ കഴിയില്ല എന്നതാണ് വസ്തുത. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, 1-2 ദിവസം കൊണ്ട് തീരാവുന്ന ഒന്നായി മാറാൻ അല്ല സാധ്യത. ഒരുപക്ഷെ നീണ്ടു നിൽക്കുന്ന ഒരു പോരാട്ടമായി ഇത് മാറാനുള്ള സാധ്യതയുണ്ട്. ഐക്യരാഷ്ട്ര രക്ഷാസമിതി അടിയന്തര യോഗം ചേർന്ന് വിഷയം പരിഗണിക്കുമ്പോഴും മറുഭാഗത്ത് ഇറാന് പിന്തുണ നൽകുന്ന ചൈനയും റഷ്യയും പോലെയുള്ള രാജ്യങ്ങളുണ്ട്. അവരുടെ നിലപാടുകളും തീരുമാനങ്ങളും ഒക്കെ ഐക്യരാഷ്ട്ര സഭയുടെ ഇടപെടലിന് നിർണായകമായി സ്വാധീനിക്കാൻ പോകുന്ന ഘടകങ്ങൾ കൂടിയാണ്. ഐക്യരാഷ്ട്ര സഭ ഇടപെട്ടതുകൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒരു യുദ്ധമല്ല ഇതെന്ന് നമുക്കറിയാം. ഈ കാലത്ത് പ്രത്യേകിച്ചും അമേരിക്ക ഐക്യരാഷ്ട്ര സഭയുടെ തീരുമാനങ്ങൾക്ക് പുല്ലുവില കൽപ്പിക്കാത്ത ഈ സാഹചര്യത്തിൽ രാജ്യാന്തര ഏജൻസികൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. ഒരു ഓൾ ഔട്ട് വാറിലേക്ക്, അതല്ലെങ്കിൽ ഒരു സമ്പൂർണ്ണമായ യുദ്ധത്തിലേക്ക് കടക്കാനുള്ള സാഹചര്യവും സാധ്യതയും തെളിഞ്ഞു വരുന്നു എന്നാണ് സുഹൈൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുതന്നെയാണ് ഈ പറഞ്ഞതുപോലെ ഇറാന്റെയും ഇസ്രായേലിന്റെ പക്ഷം പിടിച്ചു വരുന്ന വാർത്തകൾക്കിടയിൽ യഥാർത്ഥ വാർത്ത ഫിൽട്ടർ ചെയ്യുക എന്നത് ദുസ്സഹമായ ഒരു കാര്യമാണ്. ഈ പറയുന്ന പോലെ തന്നെ ഓരോ വാർത്തകൾക്കും ഓരോ പ്രൊപ്പഗണ്ടകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഖമനൈ കൊല്ലപ്പെട്ടു എന്ന് ഇസ്രായേൽ അഡവന്റായി പറയുമ്പോൾ അത് ഈ പറയുന്ന ഇറാൻ ജനതയുടെ മനോവീര്യത്തെ പോലും തകർക്കാനുള്ള ഒരു പ്രൊപ്പഗണ്ടയാണോ എന്ന സംശയമാണ് ഇറാൻ ഉയർത്തുന്നത്. അതേസമയം ഒരിക്കലും ഈ പറഞ്ഞതുപോലെ ഇറാൻ ഇപ്പോഴും വളരെ ക്ലിയർ കട്ടായി തന്നെ പറയുന്നു ഖമനൈ കൊല്ലപ്പെട്ടിട്ടില്ല എന്ന വാർത്ത. എന്തായാലും ഈ ഖമനൈ കൊല്ലപ്പെട്ടിട്ടില്ലെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ നേരത്തെ മുതൽ നമ്മൾ കേൾക്കുന്നതാണ് ഇറാൻ മാധ്യമത്തിൽ ഖമനൈ പ്രത്യക്ഷപ്പെടുമെന്ന്. 2 കാര്യങ്ങളുണ്ട്. നമ്മൾ യുദ്ധം തുടങ്ങിയ മുതൽ കേട്ട 2 കാര്യങ്ങൾ, നമ്മൾ കാത്തുന്ന 2 അഭിസംബോധനകളാണുള്ളത്. ഒന്ന്, ട്രംപ് അമേരിക്കൻ ജനതയെ അഭിസംബോധന ചെയ്യും നമ്മൾ കേട്ടു, പക്ഷേ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതേസമയം ഖമനൈയും മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുമെന്ന വാർത്ത വന്നു, അതും ഉണ്ടായിട്ടില്ല. ഈ പറയുന്ന പോലെ ഒരു യഥാർത്ഥ സ്ഥിരീകരണം ഉണ്ടാകുന്നതുവരെ ഖമനൈ കൊല്ലപ്പെട്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ നമുക്ക് ഒന്നും ഉറപ്പിക്കാനാവില്ല, അതിലൊരു വ്യക്തത തരാനാവില്ല. പക്ഷെ ഒരൊറ്റ കാര്യം, ഖമനൈയെ ഇല്ലാതാക്കിയത് കൊണ്ട് മാത്രം എന്താണോ ഇസ്രയേലും അമേരിക്കയും ഇറാനും ഉദ്ദേശിക്കുന്ന ആ ലക്ഷ്യം നടപ്പിലാകാനുള്ള സാധ്യത വളരെ വിരളമാണ്. നമ്മൾ ഇറാഖ് വാർ ആണെങ്കിലും വെനസ്വേല ആണെങ്കിലും ഒക്കെ നമ്മൾ കണ്ടത് അമേരിക്ക കരമാർഗം എത്തി ആ രാജ്യത്തെ അട്ടിമറിച്ച് അവിടുത്തെ ഭരണകൂടത്തെ തകർത്ത് അവിടെ അവരുടെ വിശ്വസ്തരെ ഏൽപ്പിച്ചു പോകുന്നത് നമ്മൾ കണ്ടത്. പക്ഷേ ഇറാനിൽ ആ ഒരു പോസിബിലിറ്റി ഇല്ല. ഇറാന്റെ ടെറൈൻ അങ്ങനെയാണ്. ഇറാനിന്റെ ഭരണം അട്ടിമറിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇറാനിലെ ഭരണമാറ്റം ഉണ്ടാക്കണമെങ്കിൽ കരയിലൂടെ വന്ന് യുദ്ധം ചെയ്ത് ഭരണം പിടിച്ചെടുക്കുക പോസിബിൾ അല്ല. ഏക വഴി അവിടുത്തെ ഭരണകൂടത്തെ അട്ടിമറിക്കുക എന്നുള്ളതാണ്. ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള ഏക വഴി അവിടുത്തെ പ്രക്ഷോഭകാരികളെ ഫ്യൂൽ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ പ്രക്ഷോഭകാരികളെ ഫ്യൂൽ ചെയ്യാമെന്ന ഉദ്ദേശത്തോടു കൂടി ഇറാനെ അറ്റാക്ക് ചെയ്ത അമേരിക്കയ്ക്കും ഇസ്രായേലിനും അവർ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് പോയില്ല എന്നുകൂടിയുള്ള വാർത്തകളാണ്, അല്ലെങ്കിൽ അതിന് ഉതകുന്ന രീതിയിലുള്ള നിർസാക്ഷ്യങ്ങളാണ് ഇറാനിൽ നിന്നുണ്ടാകുന്നത്. സ്വാഭാവികമാണ്, കുടുംബത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടായേക്കാം. പക്ഷേ കുടുംബത്തിൽ പുറത്തുനിന്ന് ഒരാൾ വന്നാൽ ആ പ്രശ്നങ്ങൾ നേരിടാൻ കുടുംബം ഒന്നിക്കുമെന്നൊക്കെ നമ്മൾ പറയുന്ന സ്ഥിരം ചൊല്ലുന്ന മട്ടിൽ ഇറാനിലെ ജനത ഈ പറയുന്നതുപോലെ സ്വന്തം രാജ്യത്തിന്റെ പരമാധികാരത്തിന് മേൽ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും റോക്കറ്റുകൾ പതിച്ചപ്പോൾ ഒന്നാകുന്നു എന്ന കാഴ്ച നമ്മൾ വരുന്നു. അത് ഇറാൻ ജനതയ്ക്ക് അല്ലെങ്കിൽ ഇറാൻ ഭരണകൂടത്തിന് നൽകുന്ന ഊർജ്ജം ചെറുതായിരിക്കില്ല. കാരണം ആയുധശേഷിയും ഈ പറയുന്ന കലാൽപ്പടയുടെ ശേഷിയും എടുത്ത് പരിശോധിച്ചാൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും താഴെയല്ല ഒരിക്കലും ഇറാൻ. പ്രത്യേകിച്ച് ഇറാന്റെ കയ്യിലുള്ള വൈവിധ്യങ്ങളാർന്ന ബാലിസ്റ്റിക് മിസൈലുകൾ കൊണ്ട് എത്ര ദൂരപരിധിയിലും റേഞ്ച് ചെയ്ത് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ബാലിസ്റ്റിക് മിസൈലുള്ള രാജ്യമാണ് ഇസ്രായേൽ. അതേപോലെ 6 ലക്ഷത്തിലേറെ റെഡിയായി നിൽക്കുന്ന സോൾജേഴ്സുള്ള സേനയാണ് ഇറാൻ സേന. ഒരു 3 ലക്ഷത്തിലേറെ സൈനികർ റിസർവ്ഡിലുമുള്ള സേനയാണ്. അതുകൊണ്ട് തന്നെ എണ്ണമെടുത്ത് പരിശോധിച്ചാൽ അമേരിക്കയോളം ഇസ്രായേലോളം തന്നെ പിടിച്ചു നിൽക്കാൻ പാകത്തിലുള്ള സൈനിക ശേഷിയുള്ള രാജ്യം കൂടി
കൂടിയാണ് ഇറാൻ. അതുകൊണ്ട് ഇറാന്റെ സൈനിക ശേഷിയെ ഒരിക്കലും നമുക്ക് താഴ്ത്തിക്കെട്ടാൻ സാധിക്കില്ല. ഇറാൻ ഇതുവരെ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് വെച്ചത് ആ നാട്ടിലെ ആ രാജ്യത്തെ സോൾഡാരിറ്റി ഇല്ലായ്മയായിരുന്നു, ഒരു യൂണിറ്റി അവിടുത്തെ ഭരണകൂടം ജനങ്ങളും തമ്മിൽ ഇല്ലായ്മയായിരുന്നു. പക്ഷേ അതുകൂടി പതിയെ മായുകയാണെങ്കിൽ ഇറാൻ അതിൻ്റെ എക്സ്ട്രീമെൻറ്റിൽ തന്നെ റീറ്റാലിറ്റ് ചെയ്യാനുള്ള സാധ്യതയാണുള്ളത്. ഇപ്പോഴും ഇറാനൊരു ഓപ്പൺ വാറിനുള്ള ആഹ്വാനം ഇറാനിൽ നിന്ന് ഉണ്ടാകുന്നില്ല. ഇപ്പോഴും നെഗോഷിയേഷൻ്റെ ചാനലുകൾ തുറന്നിട്ട് കൊടുക്കുകയാണ്. അതുതന്നെയാണ് ഈ പറഞ്ഞ നേരത്തെ ഇറാൻ്റെ പ്രധാനപ്പെട്ട ഒഫീഷ്യലുകൾ ഒരാൾ പറഞ്ഞത്, ഞങ്ങൾ ഇപ്പോഴും ഉപയോഗിക്കുന്നത് സാമ്പിളായി നമ്മുടെ കയ്യിലുള്ള പഴയ സ്റ്റോക്കുകളാണെന്ന് പറയുമ്പോൾ പുതിയ സ്റ്റോക്കുകൾ കയ്യിലിരിപ്പുണ്ട്, അതിപ്പോൾ ഉപയോഗിക്കുന്നില്ല. അത് ഉപയോഗിക്കാതിരിക്കാൻ ഇനിയും സമയമുണ്ട്. ആ സമയം നെഗോഷിയേഷൻ്റെ സമയമാണ് പറയാതെ പറയുമ്പോൾ. എന്നാൽ നെഗോഷിയേഷന് താല്പര്യമില്ല എന്ന് ഉറച്ചു പറയുന്ന ഇസ്രായേലിനെ നമ്മൾ കണ്ടത്. അത് തന്നെയാണ് ലോകരാജ്യങ്ങൾ ആശങ്കയിലായെത്തുന്നത്. ഒരു യുദ്ധം തുടങ്ങി, ആ യുദ്ധം ഓപ്പൺ യുദ്ധം അല്ലെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അറ്റാക്കുകൾ തുടങ്ങി മണിക്കൂറുകൾ പിന്നിടുമ്പോഴും സമാധാനത്തിൻ്റെ ശ്രമം അത് എവിടെ നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം 2025 ജൂൺ മാസത്തിൽ ഉണ്ടായ എയർ സ്ട്രൈക്കുകൾ നമുക്ക് ഓർമ്മയുള്ളതാണ്. 12 ദിവസം ഇറാനും ഇസ്രായേലും തമ്മിൽ എയർ സ്ട്രൈക്ക് ഉണ്ടാകുന്നു. അത് പിന്നീടൊരു പീസ് ടോക്ക് എന്ന മട്ടിൽ ഒരു ധാരണയിലേക്ക് എത്താൻ പാകത്തിൽ ഈ പറയുന്ന പോലെ ഖത്തർ എയർബേസിലേക്ക് ഇറാൻ ആക്രമിക്കേണ്ടി വരുന്നു. ആ ഖത്തർ ബേസിലെ ഇറാൻ ആക്രമണത്തിന് പിന്നാലെ തന്നെ ഒരു സീസ് ഫയറിലേക്ക് എത്തുന്നു. അവിടെ ഒരു കാഷ്വാലിറ്റിയും ഉണ്ടായില്ല. പക്ഷേ ഇത് ഇപ്പോൾ നടക്കുന്ന യുദ്ധം അതുമായി ഒരു തരത്തിലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം എന്തൊക്കെ നടക്കും, ഇറാനെ ആക്രമിച്ചാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു അറ്റാക്കാണ് അമേരിക്ക നടത്തിയത്. ഈ പറഞ്ഞതുപോലെ തന്നെ എന്തൊക്കെ ഇറാൻ ചെയ്യും അതൊക്കെ ഇറാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ ഈ പീസ് ടോക്കുകൾ ജനീവയിലും ഒമാനിലും ഒക്കെ നടക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇറാൻ വളരെ കൃത്യമായി പറഞ്ഞാണ്, ഇറാനിലേക്ക് ഒരു പ്രഹരമേറ്റാൽ, ഇറാൻ ഒരു ആക്രമണം ഉണ്ടായാൽ അമേരിക്കൻ ബേസുകളെ, മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ ബേസുകളെ ആക്രമിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയതാണ്. അത് മിനിറ്റുകൾക്കുള്ളിൽ തിരിച്ച് അതേപോലെ എന്താണോ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് പറഞ്ഞത് അത് അതേപടി തന്നെ ഇറാൻ ചെയ്തിട്ടുണ്ട്. അതായത് ഈ ആക്രമണങ്ങൾ ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിലെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടുമെന്ന് അറിയാതെ അമേരിക്ക ആക്രമിച്ചതല്ല, ഇസ്രായേൽ ആക്രമിച്ചതല്ല. ഇതെല്ലാം കരുതിക്കൂട്ടിക്കൊണ്ട് മുൻകൂട്ടി കണ്ടുള്ള ആക്രമണമാണ്. അവർ വിചാരിച്ച രീതിയിൽ തന്നെ ഇറാൻ തിരിച്ചടിച്ചിട്ടുമുണ്ട്. ഏറ്റവും ഒടുക്കം ഈ പറയുന്ന ഹോർമുസ് കടലടക്കം അടച്ചിടുന്നു. അത് ഈ പറയുന്ന എക്കണോമിക് കോൺസിക്വൻസ് ചെറുതായിരിക്കില്ല അത് വരുത്താൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും എക്സ്ട്രീമെന്റിലേക്ക് ഇറാനും കടക്കുന്നു, അതേപോലെ തന്നെ ഇസ്രായേലും അമേരിക്കയും കടക്കുന്നു. ഒരു അവസാനം ഒരു എൻഡ് കുറിക്കാൻ ഒരു സാധ്യതയും എവിടെ നിന്നും ഉണ്ടാകുന്നില്ല എന്നാണ് ഏറ്റവും വിഷമകരമായ കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.